ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു സ്പെഷ്യൽ ചേരുവയൊക്കെ ചേർത്ത് നമ്മൾ വളരെ രുചികരമായിട്ടാണ് കേട്ടോ ഈ പാൽ പായസം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചവ്വരിയാണ്. അതായത് സാബൂനരി എന്നും പറയും, നമ്മളിവിടെയൊക്കെ ചവ്വരി എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നൈലോൺ ചവ്വരിയാണ്. 1/2 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു ബോളിലേക്ക് ഒന്ന് മാറ്റാം. നൈലോൺ ചവ്വരി എന്ന് പറയുമ്പോൾ ഇതുപോലെ പൊടിയായിട്ടുള്ള ചവ്വരിയാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ ചവ്വരി ഇല്ലാന്നുണ്ടെങ്കിൽ മാവിൻ്റെ ചവ്വരിയാണ് വെച്ചിട്ട് വലിയ സൈസാണുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. വലിയ ചവരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതും അരമണിക്കൂർ തന്നെ ഒന്ന് കുതിരാൻ വെക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ അളവിൽ വെള്ളം ചേർക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ വെള്ളം എല്ലാം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ചവ്വരി ചേർക്കാവുന്നതാണ്. ചവ്വരി ചേർത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കണം. മീഡിയത്തിൽ വെച്ചിട്ട് ചവരി നന്നായിട്ട് ഇരുന്ന് വെന്ത് തുടങ്ങണം. അതായത് ഒരു 6-7 മിനിറ്റോളം നമ്മുടെ ചവരി നന്നായിട്ട് ഇരുന്ന് തിളയ്ക്കണം. ചെറിയ ചവരിയാണ്, അതിൻ്റെ പേരിൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഈ ചവരി ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഒരു കണ്ണാടി പോലെ നമ്മുടെ ചവരി കിട്ടിയിട്ടുണ്ട്. 1/4 ഭാഗത്തോളം ചവരി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വറുത്തെടുത്ത സേമിയയും കൂടി. സേമിയ ഉറപ്പായിട്ട് വറുത്ത് തന്നെ നമ്മൾ ചേർക്കണം. നെയ്യിൽ വറുത്തത് ഉണ്ടെങ്കിൽ നെയ്യിൽ വറുത്ത് ചേർക്കാം. റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. 1/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് സേമിയ ചേർക്കുന്നത്. 1/2 കപ്പ് വരെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. 1/2 കപ്പ് ചവ്വരിയും 1/2 കപ്പ് സേമിയയും ആ ഒരു അളവിലും എടുക്കാം, അതല്ല നേർ പകുതിയായിട്ടും എടുക്കാം. ഞാനിപ്പോൾ ചവ്വരിയുടെ നേർ പകുതിയാണ് സേമിയ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി സേമിയയും ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. സേമിയ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റോളം ആയിട്ടുണ്ട്. സേമിയൊക്കെ നന്നായിട്ട് നിന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ്. 1/2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പഞ്ചസാര ചേർത്ത് വീണ്ടും നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാം. 1/2 കപ്പ് അളവിലുള്ള ഈ ഒരു മധുരം ഒരു മീഡിയം മധുരമായിരിക്കും. കുറച്ചും കൂടി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ നമുക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതുപോലെ പഞ്ചസാരയെല്ലാം ഒന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. 1/2 ലിറ്റർ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പാലും ചേർക്കുന്നത്. പശുവിൻ പാലാണ് ചേർക്കുന്നത്. പാൽ ചേർത്ത് നല്ല രീതിക്ക് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിൽ നിന്ന് അല്പം കൂടി കുറച്ചാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പായസത്തിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ, അത് ബദാമാണ്. ഒരു 15ഓളം ബദാം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഒന്നുകിൽ തിളച്ച വെള്ളം ചേർത്ത് കുതിർത്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ചേർത്ത് ഒന്ന് കുതിർത്തെടുക്കാവുന്നതാണ്. പച്ചവെള്ളം ആകുമ്പോഴത്തേക്കും കുറച്ചധികം സമയമാവും. തിളച്ച വെള്ളം ആകുമ്പോഴത്തേക്കും 10 മിനിറ്റിൽ തന്നെ കുതിർന്ന് കിട്ടും. ഇനി ഇതിൻ്റെ പുറന്തോടൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിൽ മാറ്റി നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ബദാമിൻ്റെ മിക്സ് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി വീണ്ടും നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ പായസം നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 3 ഏലക്കയുടെ സീഡും കൂടിയാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. ഇനി നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പായസം ഇരിക്കുമ്പോൾ നന്നായിട്ട് തന്നെ കട്ടിയായി തുടങ്ങും. അപ്പോൾ കട്ടിയായി വരുമ്പോൾ നമുക്ക് ലൂസാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമോ അല്ലെങ്കിൽ തിളച്ച പാലോ വേണം ചേർക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഒന്ന് ചൂടാക്കി വറുത്ത് ചേർക്കണം. ഒരു കുഞ്ഞു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കാം. കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും അണ്ടിപ്പരിപ്പും കൂടി. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് മുന്തിരി ചേർക്കുന്നില്ല. പായസത്തിൽ മുന്തിരി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്തിരി ചേർക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പ് ചേർത്ത് ഇതിൻ്റെ കളറ് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ പായസത്തിൽ ചേർക്കാവുന്നതാണ്.
നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ ആ നെയ്യിൻ്റെയും ഏലക്കയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവറും ആ ബദാമിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും അതുപോലെ തന്നെ സേമിയുടെയും ചവരിയുടെയും പാലിൻ്റെയും ഒക്കെ രുചിയായിട്ട് ഒരു സ്പെഷ്യലായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ അടുത്ത തവണ വീട്ടിൽ പാൽപ്പായസം തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ബോളിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.